वैष्णव जन तो तेरे कहिए जे. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച് സബർമതിയും ദണ്ഡിയും വാർധയും പിന്നിട്ട് അവസാന ശ്വാസമെടുത്ത ബിർളാ മന്ദിരം വരെ നീണ്ട 33 വർഷത്തെ പ്രയാണം 33 യുഗങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഒസ്യത്തായി മാറി. ആ ദൂരങ്ങളിലൂടെയാണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തിന്റെ ഈ വർഷത്തെ യാത്ര നീളുന്നത്. ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിയ ഗാന്ധിയുടെ 33 വർഷങ്ങൾ, പിന്നെ ഗാന്ധിയുടെ അസാന്നിധ്യം സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യതയിലൂടെ നീണ്ടുപോയ 67 വർഷങ്ങൾക്കു ശേഷം ഒരു തലമുറ വീണ്ടും ഗാന്ധിയിലേക്ക് തിരികെ പോകാനൊരുങ്ങുന്നു. രാഷ്ട്രത്തെക്കാൾ വലിയ ആ രാഷ്ട്രീയത്തെ നമ്മൾ മഹാത്മയെന്ന് വിളിച്ചു, പിന്നീട് ബാപ്പുവെന്നും. ആ വിളിപ്പേര് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള ഗാന്ധിയുടെ രംഗപ്രവേശത്തിനും 1 വർഷം മുമ്പേ പിറന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി നയിച്ച പാസീവ് റെസിസ്റ്റൻസ് മൂവ്മെന്റിന്റെ വിജയം 1914 ജൂണിൽ ഇന്ത്യൻ റിലീഫ് ആക്ടിന്റെ പിറവിയോടെ പൂവണിയുമ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു ഗാന്ധിയുടെ അഭാവം ശരിക്കുമുണ്ടായിരുന്നു. അതേ വർഷം ജൂലൈയിൽ 21 വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് 45-ാം വയസ്സിൽ ഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി. താരതമ്യങ്ങളില്ലാത്ത പുതിയൊരു സമരമുറയ്ക്ക് ലോകം അത്ഭുതത്തോടെ സാക്ഷിയായി. ഒരു മനുഷ്യനിലൂടെ ഒരു രാഷ്ട്രത്തിന്റെ തലപ്പൊക്കമേറി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ തീക്ഷ്ണതയ്ക്ക് നടുവിൽ മഹാത്മാഗാന്ധി അവതരിച്ചിട്ട് 1 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തിന്റെ യാത്ര ഇക്കുറി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആരംഭിക്കും. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ശക്തി പ്രകടനങ്ങൾക്ക് ശേഷം ദില്ലിയും ജയ്പൂരും സബർമതിയും ദണ്ഡിയും പിന്നിട്ട് ബിർളാ മന്ദിർ വണങ്ങി രാജ്ഘട്ടിൽ അത് അവസാനിക്കും.